സ്ഥൂല ശരീരം വിട്ടുപോകുന്ന ഉദാനന്റെ ഗതിയെ വിശദീകരിക്കുമോ? ഇവിടെ ഒന്നുമില്ല. ഓരോ കലകളും അതിൻ്റെ മൂലരൂപത്തെ പ്രാപിച്ച് സ്ഥൂലം സൂക്ഷ്മത്തിലും സൂക്ഷ്മം ക്രമികമായി കാരണഭാവത്തിലും വിലയിക്കുകയും പ്രാണങ്ങളുടെ പഞ്ചവൃത്തികൾ എല്ലാം ഉദാനനിൽ ലയിക്കുകയും ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും നൽകിയ വൃത്തികളെല്ലാം ചിത്തത്തിൽ ശേഖരിക്കപ്പെട്ടത് അതീവ കാരണരൂപത്തിൽ ഗ്രഹിച്ചുകൊണ്ട് ഉദാനൻ സ്ഥലം വിടുകയും ചെയ്യുക. അത്രയേ ഉള്ളൂ. പത്ത് പ്രാണങ്ങൾ 10 ദിവസമായി പോവാന്ന് കേട്ടിട്ടില്ല, അതിനെ എതിർക്കണില്ല. മറിച്ച് ധനഞ്ജയൻ 10-ാം ദിവസമേ വിടൂന്ന് കേട്ടിട്ടുണ്ട്. മറ്റതൊക്കെ മരണസമയത്ത് തന്നെ പോകുന്നുണ്ട്. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് വേഗം ദഹിപ്പിച്ചോളൂ പറയണത്. ദഹിപ്പിച്ചാൽ അപ്പം തന്നെ ധനഞ്ജയനും പോവും. ദഹിപ്പിക്കണം. അല്ലാതെ വരുമ്പോൾ ധനഞ്ജയൻ 10 നാള് കറങ്ങുന്ന പറയണത്. ഒക്കെ വിഷമാണ്. അത് ഈ ഉദാനന്റെ അസിസ്റ്റന്റാണ് ധനഞ്ജയൻ. അപ്പൊ സെക്രട്ടറി ഇല്ലാണ്ട് പോകാൻ പറ്റില്ല എന്നല്ല പ്രശ്നം. അതിന്റെ പ്രശ്നം എന്താ വെച്ചാ, പണ്ട് കാലത്തൊക്കെ ഈ ഡോക്ടർമാര് വീടുകളിൽ വരാറുണ്ട് ഇല്ലേ? ഡോക്ടർമാരെ വിളിച്ചുകൊണ്ടില്ലേ വയ്യാണ്ടായാല്? അതെ, അമ്മയ്ക്ക് വയ്യാണ്ടായി അല്ലെങ്കിൽ അമ്മമ്മയ്ക്ക് വയ്യാണ്ടായി, ഡോക്ടറെ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഡോക്ടറെ കൂടെ കോമ്പൗണ്ടറും ഉണ്ടാവും, ഒരു പെട്ടിയൊക്കെ ആയിട്ട്. ഡോക്ടർ അങ്ങനെ മുമ്പിൽ പത്രാസിൽ, പിന്നാലെ കോമ്പൗണ്ടർ. മുമ്പിൽ ഡോക്ടർ നടക്കുന്നത് വീട് വരെയാ. ഡോക്ടർ ഉമ്മർത്ത് അല്ലെങ്കിൽ രോഗി കിടക്കുന്ന റൂം വരെ മാത്രമേ പോകുള്ളൂ, അതിനപ്പുറത്തേക്ക് പോയില്ല. ഈ സമയമാകുമ്പോഴത്തേക്ക് കോമ്പൗണ്ടർ എന്ത് ചെയ്യുന്നുണ്ടാവും? അടുക്കളയിൽ എത്തിയിട്ടുണ്ടാവും. ഡോക്ടർക്ക് പോകാൻ പ്രവേശമില്ല, അടുക്കളയിൽ എത്തിയിട്ടുണ്ടാവും. അടുക്കളയിലെത്തി വെള്ളം തിളപ്പിച്ച് സിറിഞ്ചൊക്കെ കയ്യിലിട്ട്, ഇന്നത്തെ കാലത്ത് സിറിഞ്ച് അല്ലല്ലോ പണ്ട്, ഇതൊക്കെ തിളപ്പിച്ച് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്ത് ഒക്കെ കൊണ്ടുവന്ന് ഇപ്പോൾ ഡോക്ടർ കുത്തി. ഇപ്പം ഈ കമ്പൗണ്ടർ എന്തായി? വീടിനോടൊരു താതാത്മ്യം, വീട്ടുകാരോടൊരു പരിചയം, തരക്കേടില്ല. കാണാനും കൊള്ളാം, കേൾക്കാനും കൊള്ളാം, ഒക്കെ തരക്കേടില്ല. അതിനിടയ്ക്ക് ഒരു ചായയൊക്കെ കുടിച്ചിട്ടുണ്ടാവും വീട്ടിൽ നിന്ന്. ഡോക്ടർക്ക് ചായയൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഇയാൾ വീട്ടിൽ നിന്നൊരു ചായയോ കാപ്പിയൊക്കെ കുടിച്ചിട്ടുണ്ടാവും അടുക്കളയിൽ നിന്ന്. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ, ഡോക്ടർ പോകുമ്പോൾ മെല്ലെ പോവാൻ തോന്നുന്നില്ല, ഒരു മടി. ഇവിടെ ചുറ്റിപ്പറ്റി നിന്നാൽ ഒരു സുഖമാണല്ലോ എന്നൊരു തോന്നൽ. ഇത് തന്നെയാണ് ധനഞ്ജയൻ്റെ സ്ഥിതി. ശരീര താതാത്മ്യത്തോടു കൂടി വിട്ടുപോകാനൊരു മടി. അപ്പം അത് കുറച്ച് വിഷമമുള്ളൊരു അവസ്ഥാവിശേഷം ഉണ്ടാക്കും. അതൊന്നും ഇപ്പം അധികം ഇപ്പോൾ പറയണില്ല, എന്തൊക്കെ വിഷമം ഉണ്ടാക്കുക എന്നുള്ളത് പറയണില്ല. അതുകൊണ്ട് നല്ലത് യവനെ വേഗം പറഞ്ഞയക്കുകയാണ്. അപ്പം പറഞ്ഞയക്കുക പറഞ്ഞാൽ എന്താ അർത്ഥം? ദഹിപ്പിച്ച് കളയുക, വേഗം കത്തിക്കുക. 3 മണിക്കൂറിനുള്ളിൽ കത്തിച്ചാൽ ഉത്തമം. ഒരു രക്ഷയില്ലാച്ചാൽ 6 മണിക്കൂറിനുള്ളിൽ കത്തിക്കുക. അതിനേക്കാൾ വൈകാത്തതാണ് നല്ലത്. സമ്പൂർണ്ണ കോശമരണം നടക്കുന്നതിന് മുമ്പ് കത്തിച്ചേക്കുക. എന്നാൽ ധനഞ്ജയനും പൊട്ടും. ഇല്ലെങ്കിൽ മൂപ്പർക്ക് ഈ ദേഹത്തിനെങ്ങനെ ഒരു ചുറ്റിപ്പറ്റി നിൽക്കാനുള്ളൊരു ത്വര, അത് കുഴപ്പമില്ല. അതുകൊണ്ട് രോഗപകർച്ചയ്ക്കുള്ള സാധ്യത കുറയും. ബാക്കിയൊക്കെ കണക്ക് തന്നെയാണ്. രോഗപകർച്ചയ്ക്കുള്ള സാധ്യത കുറയും, അത്രയേ ഉള്ളൂ. മറ്റ് പകർച്ചയ്ക്കുള്ള സാധ്യത ഒന്നും കുറയില്ല.